ഹായ്, ഈസി നൊസ്റ്റാൾജിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ടൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് വേണ്ടത് ഏത്തപ്പഴവും ഒരു പഴത്തിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, അതാണ് വേണ്ടത്. ഇതൊരു കുഴയ്ക്കാൻ പാകത്തിനൊരു ബൗളിലേക്ക് ഇതെടുക്കണം. അതിനുശേഷം ഒരു പൊടി ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഇത്രയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ആ പഴം ഇതിലേക്ക് ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ, അതിലും കുറച്ചും കൂടെ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഉപ്പും സോഡപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളത്തിൻ്റെ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കണ്ടോ, വെള്ളം ചേർക്കരുത് കേട്ടോ. പഴം വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം, അപ്പം മിക്സിയിൽ അടിക്കാണ്ട് നമുക്ക് നമ്മളതിന് ആവശ്യത്തിനനുസരിച്ച് പൊടി ചേർക്കാം. അതുപോലെ കണ്ടില്ലേ, ഇതുപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് നമുക്ക് നമ്മൾ മിക്സ്ചറൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വലിയ അച്ചിലേക്ക്, കണ്ടില്ലേ, ഇതുപോലെ വെച്ച് ഇതേ സമയം നമ്മൾ സ്റ്റൗവിൽ എന്ത് വേണം, എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കണം. സൺഫ്ലവർ ഓയിൽ ഏതായാലും. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല മുരിഞ്ഞ് വരുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുത്ത് എടുക്കണം. ഇതിന് നമുക്ക് പല തട്ടിലേക്ക് നമുക്ക് അതിൻ്റെ അച്ച് മാറ്റിയിടാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. കോരിയെടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇടാം. ഇത് നമുക്ക് അച്ച് മാറ്റി എടുക്കാം. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവുന്ന രീതിയിൽ ഇതിന് നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഏത്തപ്പഴത്തിൻ്റെ മധുരം എണ്ണയ്ക്കകത്ത് അത് മുരിഞ്ഞ് വരുമ്പം അതിനൊരു വെറൈറ്റി ടേസ്റ്റാണത്. കണ്ടില്ലേ, മിക്സർ പോലെ ആയി വന്നു. നമുക്ക് അടുത്ത് അച്ചിട്ടിട്ട് ഇത് ട്രൈ ചെയ്യാം. കണ്ടില്ലേ, ഇത് വേറൊരു അച്ചാണ്. അപ്പം നമ്മളത് തന്നെ ആവശ്യത്തിനത് മുറിച്ചിട്ടാൽ മതി, വീഴുന്നില്ലെങ്കിൽ. സൂപ്പറാട്ടോ, എല്ലാവരും ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചിലവ് എക്സ്ട്രാ വരുന്നില്ല. ഈസി നൊസ്റ്റാൾജിക്കിൻ്റെ പുതിയ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.